നമ്മൾ സയന്റിഫിക്കലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഈസ് എ ഫ്യൂവലാണ്. മെഡിസിനൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഈസ് എ മെഡിസിൻ ആണ്. പല രീതിയിൽ നമുക്ക് ഫുഡിനെ കാണാം. പക്ഷെ എന്നെ സംബന്ധിച്ച് കണക്ടിങ് പീപ്പിൾ, നമ്മൾ ഇപ്പോൾ കല്യാണത്തിനായാലും ഫുഡ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ടു ഓർഗാനിക് ഫുഡ് എന്നുള്ള കൺസെപ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതായത് നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പേടി കൂടാണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരുമോ എന്ന് പേടിക്കാണ്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ ബ്രാൻഡ് വഴി ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ക്ലൗഡ് കിച്ചൺ പറയുന്ന സംഭവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ നോക്കിയിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഹ്യൂജ് കുക്കിംഗ് ഏരിയ വേണ്ട, ഡൈനിങ് ഏരിയ വേണ്ട. നമുക്ക് കുക്ക് ചെയ്യാൻ ചെറിയ സ്മോൾ സ്പേസിലായാലും നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഹൈജീനിക് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെക്ഷനാണത്. ഒരു കമന്റ്സ് കിട്ടിയൊരു കാര്യം പറയാം. ഒരു വ്യൂവർ ആളെ റെസിപ്പി എന്റെ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് ആളുടെ ബോയ് ഫ്രണ്ട് ആളെ പ്രൊപ്പോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എന്റെ കമന്റ്സ് പ്രൂഫ് തരാം. നമുക്കറിയാം എന്ത് സംഭവം, ഇത് ഏത് ടെക്നോളജി ഏത് ഫീൽഡ് ആയാലും നമുക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് മാക്സിമം വൺ വീക്ക് പോകുന്നെങ്കിൽ അറിയില്ല. ഞാനൊക്കെ 3 ദിവസത്തിനുള്ളിൽ അടിച്ചു പോകുന്നതാണ്. Every great leader's journey starts with a single spark. ചിലർക്കത് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഉണ്ടായ ഒരു എപ്പിഫനി ആവാം. മറ്റു ചിലർക്ക് ഇറ്റ് മൈറ്റ് ബി എ ഹോബി ദാറ്റ് refuses to stay small. Welcome to Big Story Collectives, where we gather stories meant to inspire, educate and enlighten. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡൈനിങ്ങിന്റെ കോംപ്ലക്സിറ്റീസിനെ ഡേ ടു ഡേ ഹോം കുക്കിങ്ങിന്റെ സിംപ്ലിസിറ്റീസിലേക്ക് മാറ്റിയ സോഷ്യൽ മീഡിയ കൾണറി സ്പേസിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബുക്ക് മാർക്ക് റെസിപ്പിന്റെ ക്രിയേറ്ററായ മിസ്റ്റർ ഷെഫ്. വെൽക്കം. Thank you so much. I'm really happy to be here and be part of the Big Story Collective. അപ്പോൾ നമ്മുടെ ഈ എവർ ട്രെൻഡിങ് ആയിട്ടുള്ള മെഡിസിനും എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടായപ്പോൾ വൈ ഡിഡ് യു ഗോ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ്? അതെനിക്കൊരു പർട്ടിക്കുലർ സ്റ്റോറി ആയിട്ടോ അല്ലാതെ ഒരു എക്സൈറ്റിംഗ് സ്റ്റോറി ആയിട്ടോ പറയാനില്ല. പക്ഷെ ആ സമയത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഞാനൊരു early 2000-ലായിരുന്നു ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ജോയിൻ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ ആണുങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ്, പെണ്ണുങ്ങൾ നേഴ്സിംഗിന് പോകാന്നുള്ളതായിരുന്നു അന്നത്തെ ട്രെൻഡ്. പക്ഷെ അടിസ്ഥാനമായിട്ട് വേറൊരു കാര്യം കൂടെ ഉള്ളത് പറഞ്ഞാല് നമ്മള് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു രണ്ട് ഫീൽഡായിരുന്നു. ഹെൽത്ത് ഇൻഡസ്ട്രി അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും. അപ്പൊ ഞാൻ ആ സമയത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്ട്ലി ചേർന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അത് എനിക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടി. പിന്നെ എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു നമുക്ക് പുറത്തേക്ക് പോകാന്നുണ്ടായിരുന്നു, ഒരു എബ്രോഡ് പോവാ. ഐ വാണ്ട് ടു സീ മോർ പീപ്പിൾ, interact with the different culture and all the stuff actually, right? So ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതിനപ്പുറത്ത് വേറെ സ്റ്റോറി അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിനോടൊക്കെ നേരത്തെ അഭിരുചി ഉണ്ടായിരുന്നു. ഉറപ്പാണ്. ഞാൻ അതിന് ചെറിയ സ്റ്റോറി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടില് ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്, എൽഡേഴ്സ് ആണ്. അപ്പൊ രണ്ടുപേരും നേഴ്സിംഗ് പഠിക്കാൻ പോയി. ബേസിക്കലി ഞാനും അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. ആ സമയത്ത് അമ്മച്ചിക്ക് എന്തൊരു അസുഖം വരുമ്പോ നെക്സ്റ്റ് ഇൻചാർജ് ഞാനാണ് കുക്കിങ്ങിന്റെ. കിച്ചൺ ഇൻചാർജ്. അതെ. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അവർ കഴിച്ചിട്ട് നന്നായി എന്നുള്ള പറയുമ്പോ നമുക്ക് ആ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതെന്നെ കൂടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ കയറിയിരുന്നു. അത് നമ്മളെ ലോങ് റണ്ണിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ കുക്ക് ചെയ്തോണ്ടിരുന്നേ ഞാൻ മെയിനായിട്ടും എന്റെ ഓർമ്മയിലുള്ള 1-2 ഡിഷ് മെയിനായിട്ട് മൊട്ട റോസ്റ്റ് ആയിരുന്നു. മൊട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അപ്പച്ചനും ഇഷ്ടമായിരുന്നു. അപ്പൊ രണ്ടുപേരും പറയും സൂപ്പർ ആയെന്ന് പറയും. അത് നമ്മളൊരു ഏതാ മൊട്ട റോസ്റ്റിന്റെ കൂടെ നമ്മൾ അപ്പം അല്ലാതെ ദോശ എന്ത് നമുക്ക് മൊട്ട റോസ്റ്റോടെ കഴിക്കാൻ പറ്റില്ല. ഇവൻ ചോറ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാം, അതും എന്താണ് ഈസി റെസിപ്പീസ് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ റെസിപ്പീസിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വരാമെന്ന് തോന്നാനുള്ള കാരണം? ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങിയ ഒരാളല്ല. അതായത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് പണി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു ഒരു ബൂസ്റ്റപ്പ് കിട്ടി. പിന്നെ ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് പറഞ്ഞാൽ നമ്മുടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫാണ്. എന്റെ സിസ്റ്റർ ഇവിടെ ദുബായിലുണ്ട്. അപ്പൊ ദുബായിൽ നമ്മുടെ കുറെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീക്കെൻഡിൽ ഞാൻ അബുദാബിയിലാണെങ്കിലും ഞാൻ ദുബായിക്ക് പോകും. അപ്പൊ അവിടെ എല്ലാവരും ഉള്ളപ്പോൾ ഞാനാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ സുഹൃത്തിന്റെ വൈഫ് എന്നും പറയും
എന്തായാലും ബ്രോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഞങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, അല്ലാതെ ഞങ്ങളെല്ലാം ലൈക്ക് അടിക്കും, ഹിറ്റാവുന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ നമ്മുടെ കൊറോണ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു സോഷ്യൽ മീഡിയ ചെയ്താലോ എന്നുള്ളൊരു ഇത് തോന്നിയത്. അതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സക്സസ് ആവുന്നുള്ളത്. ഹോസ്റ്റേമാണ് ഞാനൊരു 10,000 ഫോളോവേഴ്സ് പോലും കിട്ടി ഞാൻ പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു പരിപാടിയല്ല. ഒരു ദിവസം നമ്മുടെ വീഡിയോ കയറി വൈറലായി. അത് എത്ര അറിയോ? 8,000 വ്യൂസ് ആണ് ആദ്യം കിട്ടുന്നത്. ഫസ്റ്റ് വീഡിയോ അല്ല, നമ്മുടെ ആദ്യത്തെ വൈറൽ വീഡിയോ എന്ന് പറയാം. വൈറൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്നെ സംബന്ധിച്ച ആ സമയത്ത് ഒരു വൈറലായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ട് രാവിലെ എനിക്ക് ഫോൺ വെക്കും, 100 ഫോളോവേഴ്സ് അല്ല 100 വ്യൂസ് 200 വ്യൂസ് ഇതൊന്നും മറുപടി ഞാൻ വിചാരിച്ചു. ഒരു ദിവസം മാത്രം 8,000 കിട്ടിയപ്പോ നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാരും വിളിച്ചു, ബ്രോ നമുക്ക് ഇത്ര വ്യൂസ് കിട്ടി, എല്ലാരും ഭയങ്കര ഹാപ്പി, നമ്മുടെ എന്താ പറയാ കൺഗ്രാജുലേഷൻ ചെയ്തു. പക്ഷെ അന്ന് വേറെ കേസ് ഒന്നുമില്ല. അന്ന് കിട്ടിയ ആ 8,000 ഒരു ഹാപ്പിനെസ് എനിക്ക് ഇപ്പം മില്യൺസ് കിട്ടിയാലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഇനീഷ്യൽ ആദ്യത്തെ ഒരു പുതുമ ഒരു ഇതെന്ന് പറയുന്നത്. കൊള്ളാം. എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് പ്രോസസ് നടക്കുന്നത്? ഒറ്റയ്ക്കാണോ, ക്രൂവോ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും? ഇല്ല, ക്രൂ ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാം കൺട്രോളിൽ നിൽക്കുന്നുണ്ട്. അതായത് എനിക്ക് അവിടെ ക്യാമറ ഫോക്കസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പറയണം, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണോ ചെയ്യാം? സ്ക്രിപ്റ്റ് ചെയ്തറിയാം, ജസ്റ്റ് ബേസിക്കലി ആയിട്ട് മൈൻഡിൽ കുറിച്ചിടും. അതിനുശേഷം നമ്മള് എങ്ങനെയാണ് റെസിപ്പീസിലേക്ക് എത്തുന്നത്? അതായത് ഓക്കെ ഞാൻ ഇന്ന് ഏഷ്യൻ ചെയ്യാം, ഏഷ്യനിൽ ഈ റെസിപ്പി ചെയ്യാന്നുള്ള ചെയ്തിട്ടില്ലേ? പുതിയ പുതിയ റെസിപ്പീസിലേക്ക് എങ്ങനെ വരുന്നു? അതൊന്ന് ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഫേവറേറ്റ് ഉള്ള റെസിപ്പികൾ തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മെയിൻ ആയിട്ട് ഒരു കോണ്ടി ഷെഫ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കുക്കിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുഡും തായ് ചൈനീസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ റെസിപ്പീസുകളായിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ മലയാളീസ് അല്ലാതെ നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പോഴും ആ ഒരു ലെവലിലേക്കുള്ള റെസിപ്പീസ് പ്രിഫർ ചെയ്യുന്നുള്ള പിന്നീട് മനസ്സിലായി. പിന്നീട് ഞാനിങ്ങനെ SEO വർക്കൊക്കെ ചെയ്ത്, SEO വർക്കല്ല, നമ്മളൊരു ചെറിയൊരു റിസർച്ച് ചെയ്ത് ഏതാണ് ഇപ്പൊ പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഡിഷുകൾ, അല്ലെങ്കിൽ ഈ ആൾക്കാർ കൂടുതൽ കാണുന്ന വീഡിയോസ് അത് നോക്കിയിട്ട് അതിൽ എന്റെ ഒരു വേർഷൻ ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് സെലക്ട് ചെയ്യുന്നത്. എന്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാ ഡെമോഗ്രഫിയിലുള്ള ആൾക്കാരും ഉണ്ട് ഓഡിയൻസ് ആയിട്ട്, റൈറ്റ്? എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ടെക്കീസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്വന്തമായിട്ട് താമസിക്കുന്ന യങ്സ്റ്റേഴ്സും എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം യുവർ റെസിപ്പീസ് ആർ ലൈക്ക് whatever you do, everything is going to get connecting the people actually. നിങ്ങൾ പറഞ്ഞൊരു വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെ എന്റെ ചാനൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ റെസിപ്പി ഫോളോ ചെയ്യുന്നത് നമുക്ക് ഇൻസൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ, ഏത് റീജിയൻ ആണ്, പ്ലസ് ഏജ് ഗ്രൂപ്പ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ കണ്ടെങ്കിൽ 25 to 40 ആണ്. ഓൾഡർ ജനറേഷൻ ആൾക്കാർ എന്റെ റെസിപ്പി അത്ര പ്രിഫർ ചെയ്യുന്നില്ല. അത് എന്താണെന്നുള്ള അറിയത്തില്ല. 1-2 കമന്റ്സ് ഞാൻ മനസ്സിലായത്, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്നുണ്ട്, അത് അവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് 1-2 കമന്റ്സ് കിട്ടി. പക്ഷെ ഞാനത് ശരിക്കും പർപ്പസിൽ പറയുന്നില്ല. നമ്മൾ ലോങ് ടൈം യൂസിലുണ്ടായിരുന്ന ആ ഒരു ഇടയ്ക്കിടയ്ക്ക് നോക്കി ചില വേർഡ്സ് കിട്ടാണ്ട് വരുമ്പോൾ അത് പറയാം, അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഐ ടെൽ യു സംതിങ്. ഇന്ന് രാവിലെ നമ്മള് ഷൂട്ടിന് വരാന്ന് പറഞ്ഞപ്പം ദാറ്റ്സ് മൈ ഫ്രണ്ട് അലീന. അപ്പം ആളുടെ അമ്മയ്ക്ക് പ്രൊഫൈൽ കാണിച്ചു മിസ്റ്റർ. അപ്പൊ ഷീസ് ലൈക്ക് ഇത് കൊള്ളാലോ. അപ്പൊ യു ഹാവ് അക്സെപ്റ്റൻസ് ഇൻ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുണ്ട്. അത് ഡെമോഗ്രഫിയിൽ വരുമ്പോ അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ ആൾക്കാർക്ക്, ആ ഒരു ജനറേഷൻ ആൾക്കാർ ഇസ് നോട്ട് ദാറ്റ് എന്താ പറയാ, ഇൻസ്റ്റഗ്രാം അല്ല അവർക്ക് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിൽ വ്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ടോട്ടലി അവർ ഫോളോ ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞ മെജോറിറ്റി ഓഫ് മൈ വ്യൂവേഴ്സ് ആർ ഫ്രം ദാറ്റ് ഏജ് കാറ്റഗറി. അവരൊക്കെ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഫോളോ ചെയ്ത് ബുക്ക് മാർക്ക് റെസിപ്പി. ഈവൻ ഐ ഹാവ് ബുക്ക് മാർക്ക് സം ഓഫ് യുവർ റെസിപ്പീസ് നേരത്തെ. ഐ ഡോണ്ട് നോ യുവർ നെയിം. മിസ്റ്റർ ഷെഫ് ആയതുകൊണ്ട് തല നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ചോദിക്കരുത്. ഞാൻ ഒരുപാട് റെസിപ്പി എടുത്തു. ഞാൻ ഒന്നും കുക്ക് ചെയ്യൂല, കുക്ക് ചെയ്യിപ്പിക്കരുത്. ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോ, ഇത്രയൊരു സക്സസ് തന്നെ നമുക്ക് പറയാം അല്ലെ, ഈ ഒരു സക്സസിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഫാമിലിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ടിലൂടെ, പിന്നെ എങ്ങനെയാണ് കമന്റ്സിലൊക്കെ എങ്ങനെയായിരുന്നു? ഹേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? അതോ വ്യൂവർഷിപ്പ് ഒക്കെ ആദ്യം കുറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ സമയത്തൊക്കെ ഒരു ഇറ്റ്സ് എ റോളർ കോസ്റ്റർ, റൈറ്റ്? ആദ്യം ഒരു ഹൈക്ക് ഉണ്ടാവും, ലോ ഉണ്ടാവും. അതിന്റെ ഒക്കെ ത്രൂ ഇവിടെ എത്തി നിൽക്കുമ്പോ what did you enjoy the most? Is it the journey or where you have reached right now? I mean, like, see, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു certain ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കുറെ പേര് എന്റെ റെസിപ്പി കൊണ്ട് അല്ലെങ്കിൽ എന്റെ വീഡിയോ കൊണ്ട്
കുക്കി ചെയ്യുന്നുണ്ട്, അവർക്ക് കുറെ പ്രൗഡ് മൊമെന്റ്സ് കിട്ടിയെന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം അവർ അതായത് അവർ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ട് ഇത് നീ തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ള ലെവലിലുള്ള അപ്രീസിയേഷൻ കിട്ടി കഴിയുമ്പോൾ അതിന്റെ കമന്റ്സ് നമുക്ക് എഴുതി തരാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് യുനോ ഐ എം റിയലി ഹാപ്പി ആക്ച്വലി. അത് ഇപ്പൊ നമുക്ക് അങ്ങനെ അത് കണക്ട് ആവും നമുക്ക്. പിന്നെ നമുക്ക് ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയെക്കാളും കൂടുതൽ എന്നെ സംബന്ധിച്ച് അതൊരു എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു കമന്റ്സ് കിട്ടിയ കാര്യം പറയാം. ഒരു വ്യൂവർ ആളെ റെസിപ്പി എന്റെ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് ആളുടെ ബോയ് ഫ്രണ്ട് ആളെ പ്രപ്പോസ് ചെയ്തതൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എന്റെ കമന്റ്സ് പ്രൂഫ് തരാം. അവരെ ഹാർട്ടിലേക്കുള്ള വഴി ഇനി ഇത് റിയൽ ആയിട്ട് എനിക്ക് കിട്ടിയ കമന്റ് ആണ്. ഇനിയിപ്പോ പുള്ളിക്കാരത്തി ഹൈപ്പ് അടിച്ച് ഇത് കാണുന്ന നടത്തില്ല. ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ പൈസ തന്നായിരിക്കും. അതൊക്കെ വലിയ അപ്രിസിയേഷൻ അല്ലേ. അതുമാതിരി നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് നമ്മൾ മൂഡ് ശരിയില്ലെങ്കിൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ നല്ല രീതിയിലേക്കാണെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് വരാറ്. നമ്മൾ എന്ത് നല്ല ചെയ്താലും അതിനെ കുറിച്ച് കുറവ് കാണുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നെഗറ്റീവ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അറിയാമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കമന്റ്സ് ഇടും. പിന്നെ ഞാൻ പിന്നെ വേറെ കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ആൾക്കാർ റെസിപ്പി കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒരാൾക്കാർ പെർഫെക്റ്റ് റെസിപ്പീസ് ആണ് അവർ നോക്കുന്നത്. അതായത് നമ്മൾ ഒറിജിനൽ റെസിപ്പി ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ അവർക്ക് സംഭവിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവര് ഹാപ്പി ആയിരിക്കില്ല. വേറെ ടീംസ് പറയുന്നത് ആ ഒറിജിനൽ റെസിപ്പി എങ്ങനെ ഈസി ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാന്നുള്ള നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മളുടെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാര് നമ്മളെ നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് ഇടും. കാരണം അവരെ സംബന്ധിച്ച് അത് നോനാണ്, ബിഗ് നോനാണ് സംബന്ധിച്ച്. പക്ഷെ അതേസമയം നമ്മുടെ ഭാഗ്യം ഞാൻ ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ എന്റെ റെസിപ്പീസ് നമ്മുടെ ഒറിജിനൽ റെസിപ്പി ഞാൻ കുറച്ച് ഡിഫറൻസ് ആയിട്ട് വരുത്താറുണ്ട്. അതാണ് നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈസി ടു മേക്ക് ആക്കണം. നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കണം. അതുമാതിരി ടേസ്റ്റ് ആയിരിക്കണം. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലൊരു നെഗറ്റീവ് കമ്മ്യൂണിറ്റി വീഡിയോ ഉണ്ട്, കോട്ടയം മീൻ കറി വന്നിട്ട്. അതിനകത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഞാൻ റെസിപ്പി ഇട്ടു. ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ വീഡിയോ മാത്രം കണ്ടിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെല്ലാം ആ വീഡിയോക്ക് അതിന്റെ കമന്റ്സിലേക്ക് പോകാതെ ഈ വീഡിയോ, കാരണം അമ്മ ചെയ്ത് വെച്ചിട്ടുള്ളവര്. എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ. ഇനി ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഇസ് ഫുഡ് ടു യു? ഫുഡ് എന്നെ സംബന്ധിച്ച് ഒരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ നോക്കുന്നത്. കഴിക്കുന്നതിലാണോ കഴിപ്പിക്കുന്നതിലാണോ? അല്ല, രണ്ടിലും. എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇഷ്ടമാണ്. മറ്റേ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നതിന്റെ മെയിൻ റീസൺ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുള്ളൊരു പ്രതീക്ഷ വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. പിന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഈസ് എ ഫ്യൂവൽ ആണ്. മെഡിസിനൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഈസ് എ മെഡിസിൻ ആണ്. പല രീതിയിൽ നമുക്ക് ഫുഡിനെ കാണാം. പക്ഷെ എന്നെ സംബന്ധിച്ച് കണക്ടിങ് പീപ്പിൾ, നമ്മളെ ഇപ്പൊ കല്യാണത്തിനായാലും ഫുഡ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ഒരു ബേസിക് നെസസിറ്റിയാണ്. അങ്ങനെയാണ് ഞാൻ ഫുഡിനെ കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ മാത്രം. എങ്ങനെ? ഞാൻ കല്യാണത്തിനോട് ഭക്ഷണം കഴിക്കാൻ മാത്രം. അതെ, നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വാട്ട്സ് എ കംഫർട്ട് ഫുഡ്? കംഫർട്ട് ഫുഡ് എന്നെ സംബന്ധിച്ച് കപ്പയും മീൻകറിയും. മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. പിന്നെ എനിക്ക് മെക്സിക്കൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് മൂവിങ് ഓൺ. സേവ് ഫാമേഴ്സ്, #സേവ് ഫാമേഴ്സ്. ഈ ഏൺ ചെയ്യുന്നതിന്റെ ഒരു പങ്ക് നമ്മുടെ ലോക്കൽ കർഷകർക്കായി മാറ്റി വെക്കുക. പിന്നെ ഈവൻ ഓൺ യുവർ യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടണിലുണ്ട് മിസ്റ്റർ ഷെഫ് #സേവ് ഫാമേഴ്സ്. ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ പിറകുള്ള കഥ പറയും. ഇത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോ അതിനൊരു 5 വർഷം മുമ്പുള്ളല്ലോ. നമുക്ക് ലോങ് ടൈം ആയിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ കർഷകർ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് വരുന്നതാണ് ഭക്ഷണം. അതുണ്ടാക്കി തരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇപ്പോഴും വിലയില്ല. ഈവൻ എന്താ പറയാ, എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അപ്പച്ചൻ ഒരു കർഷകനായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ കോമൺലി നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലായാലും നമ്മുടെ കർഷകർ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. അവരാണ് ദേ ഷുഡ് ബി ദ നമ്പർ വൺ ഇൻ മണിയുടെ പൈസയുടെ കാര്യത്തിലായാലും ബാക്കി കാര്യത്തിലും അവരായിരിക്കും നമ്പർ വൺ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞിട്ട്.
ഞാനത് അന്ന് മനസ്സിലാക്കിയില്ല, അന്ന് നമ്മളത് ബൈഹാർട്ട് പഠിച്ചെങ്കിൽ അത് പറയാറുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ആരാണ് ആ സ്ലോഗൻ ഉണ്ടാക്കിയെങ്കിൽ അത് പുള്ളിക്കാരൻ അത്രയും ചിന്തിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. കാരണം നാട് കാക്കുന്ന നമ്മുടെ സൈനികരും അതുമാതിരി ഭക്ഷണം തരുന്ന കർഷകർക്കും ഇമ്പോർട്ടൻസ് വേണം. അത് നമ്മുടെ ഇന്ത്യയിലാണ് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സ്ലോഗൻ ഉണ്ടായെന്നുള്ളതിൽ ഞാൻ വളരെ പ്രൗഡാണ്. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പൈസ ഞാൻ സാറിന് എമൗണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഞാനത് പബ്ലിസിറ്റി കൊടുത്ത് ചെയ്തു. അതായത് എനിക്ക് 100K അടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാം ഹൗസ് പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അബുദാബി വെച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിൽ നിന്ന് തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരോട് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ നിന്ന് അവരുടെ പേരെടുത്തിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് അവര് കൃഷിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാ നമ്മളെല്ലാം ശരി നാട്ടിലുള്ള ആൾക്കാർ കൊടുത്തത്. പിന്നെ അതുമാതിരി തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് നേരിട്ട് അറിയാവുന്ന ആൾക്കാർക്കേ കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ ഇപ്പോഴത്തെ ജാഗ്രത നമ്മളിപ്പോ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്, അത് കിട്ടുന്ന ഒരു സർട്ടൻ പെർസെന്റേജ് ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടോ ഇല്ലാതെയോ എങ്ങനെയെല്ലാം ചെയ്യും. അത് നമ്മൾ ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയതല്ല, അതെനിക്കൊരു ഫീൽ ഗുഡ് കിട്ടാൻ, ഐ ഷുഡ് ഫീൽ ലൈക്ക് ഐ ഡിഡ് സംതിങ് ഗുഡ് ഫോർ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി. എക്സാക്ട്ലി അതന്നെ ആ ഒരു കൺസെപ്റ്റ് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ കോസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ് ഫാർമേഴ്സ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം എന്ത് സംഭവം ഏത് ടെക്നോളജി ഏത് ഫീൽഡ് ആയാലും നമുക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് മാക്സിമം 1 വീക്ക് പോകുന്നില്ല. ഞാനൊക്കെ 3 ദിവസങ്ങളിൽ അടിച്ചു പോയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ട അവരാണ്. ഈവൻ നമ്മളുടെ സ്കൂളിലടക്കം നമ്മള് പിള്ളേരെ ചെറുപ്പം പഠിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് നമ്മള് ഫാമേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് കിട്ടേണ്ട അവരുടെ അടുത്ത് ബാർഗൈൻ ചെയ്യാണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കാൻ ഞാൻ പറയുള്ളൂ. യെസ്, ഞാൻ ചോദിക്കാതിരിക്കുന്നു. ലൈക്ക് നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിലും അല്ലെങ്കിൽ ഈ ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് വില പേശി 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വിലക്ക് പേശിയിട്ട് മോളിലും ഈ എന്താണ് പറയാ പ്രീമിയം റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് MRPന്റെ കൂടെ ടിപ്പും പിന്നെ വാലേക്ക് ടിപ്പും എല്ലാം കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് നമ്മുടെ ആൾക്കാരിലുള്ളത് യെസ്, അത് ഞാൻ ചോദിക്കാൻ ഇരിക്കുന്നു. ഞാൻ അഡ്വാൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാരെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് പറയാത്, ഈ പറഞ്ഞ നമ്മുടെ കർഷകരെ നമ്മൾ എപ്പോഴും ഒരു സബ് ഹ്യൂമൻ എന്ന് പറയാൻ പറ്റില്ല, അത് അത്രയ്ക്ക് നമ്മൾ കാണുന്നില്ലെങ്കിൽ എന്നാലൊരു നമ്മുടെ ജോബിന്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കാറ്റഗറി നോക്കുക നമ്മളെപ്പോഴും ബോട്ടത്തിലാണ് കാണുന്നത്. അത് മാറണത്. പിന്നെ നമ്മള് ടോപ്പ് ഓഫ് ദ ചെയിൻ അല്ലേ, ടോപ്പ് ഓഫ് ദ ചെയിൻ ആക്ച്വലി. ഇവര് നമ്മളിപ്പോ റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയത് ആരാന്ന് പറഞ്ഞാല് ഒന്ന് ഓർത്ത് കഴിഞ്ഞാല് ആ കൊടുക്കുന്ന ടിപ്പ് ഇവിടെ കൊടുക്കേണ്ടതാണ് ശരിക്കും. എനിവേ നമ്മൾ ആ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതുമായിട്ട് ഇന്റർവ്യൂവിൽ എനിക്ക് പറയാൻ പറ്റിയതുകൊണ്ടും കാണുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ആം റിയലി ഹാപ്പി ആക്ച്വലി. പിക്കിൾസ് ആർ ഓൾ അബൌട്ട് വെയിറ്റിംഗ്. ആ ഫെർമെന്റേഷൻ പ്രോസസ് എല്ലാത്തിനും വേണ്ടി ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു ഫ്രൂട്ട് ആണ് പിക്കിൾ. അപ്പം ഈ ഒരു ഫാസ്റ്റ് പേസ് എല്ലാം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഈ ഒരു വേൾഡിലേക്ക് ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദിസ് മിസ്റ്റർ ഷെഫ് ഡിലൈറ്റ്സ്, റൈറ്റ്? മിസ്റ്റർ ഷെഫ് ഡിലൈറ്റ്സ് അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതും സ്റ്റാർട്ടിങ് ഐ നോ യു ഹാവ് മെനി പ്രോഡക്ട്സ് ബട്ട് സ്റ്റാർട്ടിങ് വിത്ത് പിക്കിൾസ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്താ പറയാ കെമിക്കൽ ഫ്രീ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ടു ഓർഗാനിക് ഫുഡ് എന്നുള്ള കൺസെപ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതായത് നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പേടി കൂടാണ്ട് ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് പേടിക്കാണ്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എൻ്റെ ബ്രാൻഡ് വഴി ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പക്ഷെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഒന്നും വേണ്ട, നമ്മളുടെ ബ്രാൻഡിന്റെ പല ബ്രാൻഡിന്റെയും നമ്മുടെ റെസിപ്പീസ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ലോങ് റണ്ണിൽ വലിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ പിക്കിളിനകത്ത് ഉപയോഗിക്കുന്ന വലിയ ഒരു ഇതാണ് പ്രിസർവേറ്റീവ്സ് ആണ്, സോഡിയം പെൻസൈഡ്. ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡി എടുക്കുന്നുണ്ട് നമ്മുടെ അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ പ്ലസ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, ബാക്കി എല്ലാവരും ഹെൽത്ത് സ്റ്റഡിയിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ 60-70% ഉണ്ട്. പക്ഷെ നമ്മളിത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ അനാസ്ഥ കാരണമാണ്. കാരണം അവർ പറയുന്നത് 7% വരെ ഉപയോഗിക്കാന്ന് പറഞ്ഞത്. അക്യുമുലേഷൻ അതാണ് എക്സാക്ട്ലി, അതാണ് നമ്മുടെ ആൾക്കാർ പലരും മനസ്സിലാക്കാത്തത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ്, ക്ലീൻ എന്താ പറയാ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ്, അത്
ഞാനല്ല ഇനിയിപ്പോ തുടങ്ങുന്ന ആൾക്കാരായാലും ഇനി പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരായാലും അങ്ങനെ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഓർഗാനിക് ഫുഡ് ഒത്തിരി നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഈ കെമിക്കലുള്ള ഫുഡ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുള്ള പരിചയമുള്ള ബ്രാൻഡുകളാണ്. നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുന്ന അതെ. നമ്മളെ ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള മൂവി സ്റ്റാർസ് വന്ന് ഇത് മേടിച്ചെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് മേടിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കില്ല. അത് ഞാനൊരു വീഡിയോ ഫണ്ണി വീഡിയോ ഉണ്ട്. ഏതൊരു ജ്യൂസിന്റെ ആഡിന്റെ ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ ഷോട്ട് എടുക്കുമ്പോ അടിപൊളി അങ്ങനെ ഇങ്ങനെയാണ് അത് കുടിച്ചോളാം. ഇങ്ങനെ കുടിച്ചിട്ട് ആളെ കട്ടായി സാധനം നേരെ പോലെ സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് പറയുന്ന ഒരു വീഡിയോ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ടും നമ്മൾ നോക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് പ്രശ്നം വരാത്ത സാധനങ്ങൾ കഴിക്കാനായിട്ടും മേടിക്കാനായിട്ടും നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ വേറെ കേസ് ഞാൻ പറയാം. ഈ പറയുന്ന നമ്മൾ ഇങ്ങനെ ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാര് അവരുടെ ബ്രാൻഡിനെ ബോയ്ക്കോട്ട് ചെയ്യാതെ ഞാൻ പറയില്ല, മേടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈവച്വലി അവര് വഴിമാറി വരും. ഇപ്പൊ അവർ നോക്കുന്നത് ഈ സാധനം കൊടുത്താലും മേടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ എന്തിനു ഞങ്ങൾ മാറണം? ആ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ നമ്മൾ മേടിക്കേണ്ടി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ് വോളിയം താഴെ പോയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർ മാറി ചിന്തിക്കും. എനിവേ അത് അവരുടെ പ്രശ്നം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നമുക്ക് എന്റെ പ്രോഡക്റ്റിനകത്ത് മാക്സിമം അല്ല നമ്മൾ കെമിക്കൽസോ ആഡഡ് ഫ്ലേവറോ ഈ പറയുന്ന തിക്കനിങ് ഏജന്റോ അഡ്ജസ്റ്റീവ്സോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കില്ല. പ്യൂറായിട്ട് നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് മാത്രം നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാൻ. മിസ്റ്റർ ഷെഫ് ഡിലൈറ്റ്സിന് ഈവൻ സ്വന്തമായിട്ടുള്ള ക്വാളിറ്റി ചെക്കിംഗ് ലാബ് വരെ ഉണ്ട്. ഇതിന്റെ നീഡ് എന്തായിരുന്നു? ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ ഹൈജീന് ക്വാളിറ്റി മാർക്കറ്റിലേക്ക് എത്തുന്നതിന് ഇപ്പം നമുക്ക് തന്നെ ബോധ്യമാണ് ഇത് സൂപ്പർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ 100% പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ലാബ് അറേഞ്ച് ചെയ്ത് ഇൻഹൗസ് ലാബ്. അതായത് നമ്മളൊരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട്, എംപേഡ എന്ന് പറയും, MPD അല്ലെങ്കിൽ എംപേഡ എന്ന് പറയും. അത് മെയിനായിട്ട് സീ ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് സർക്കാർ കൊടുക്കുന്നത്. അതിന്റെ പാർട്ടാണ് ഈ ലാബ് വരുന്നത്. ഈ ലാബ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, ഞാൻ എമൗണ്ട്സ് ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ കിച്ചണിനേക്കാളും വലുതാണ് ലാബ്. കുക്ക് ചെയ്യുന്ന ഏരിയയുടെ എന്റെ അഭിപ്രായത്തിൽ ഡബിൾ ഉണ്ട്. വിശ്വസില്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ വിശ്വസിക്കുക. എനിവേ നമ്മൾ അത്രയ്ക്ക് ഇപ്പൊ എനിക്കൊരു പാർട്ണർ തോന്നില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ്. നമുക്ക് കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം. പിന്നെ എന്താ പറയാ, നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് അത്ര ഹൈ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് നമ്മൾ എന്താ, ഞാൻ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ മൂവി ശാസ്ത്രം വിളിച്ചിട്ട് ഈ സാധനം അഡ്വർടൈസ് ചെയ്യാൻ പോകുന്നില്ല. ആൾക്കാർ മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ട വേർഡ് ഓഫ് മൗത്ത് മതി. എന്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ഞാൻ ആ പുള്ളിയെ മാർക്കറ്റിംഗ് വിശ്വസിക്കുന്നില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ നമ്മുടെ എന്താ പറയാ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പറ്റിയുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരും അല്ലാണ്ട് ചെയ്യുന്നവരും. അവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം പറയും. അപ്പൊ കുഴപ്പമില്ല, കാരണം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക. ഇനി എന്റെയും ഓഡിയൻസിന്റെ ഒക്കെ ഒരു ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്, ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ കുക്കിങ്ങിന്റെ ഇടയിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡിസാസ്റ്റർ ഇത് ഒന്നാമത്തെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുക്കിംഗ് മാത്രം ചെയ്യുന്നെങ്കിൽ ആ ഇഷ്യൂ വരത്തില്ല. ഇതിപ്പോ നമ്മളെന്താ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ക്യാമറ ക്രൂ ഒന്നും ഇല്ല. ഞാൻ തന്നെയാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നതും ഫോക്കസ് എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ, ലൈറ്റിംഗ് വെക്കുന്നതെല്ലാം. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പകുതി മൈൻഡ് ക്യാമറയിലായിരിക്കും. ഇത് ഫ്രെയിമിലുണ്ടോ ഫോക്കസ്ഡ് ആണോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ നമ്മളെ ഇടയ്ക്ക് ബേൺ ആവാറുണ്ട്, ടേസ്റ്റ് മാറി പോകാറുണ്ട്. പക്ഷെ നമ്മുടെ പേരൻസ് നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഒരിക്കലും അവർക്ക് ഉണ്ടാക്കി എന്തുകൊണ്ട് ഓക്കെ എന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയാ, ആ റെസിപ്പി റെഡി ആയില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം മുതലുണ്ട്, ഒന്നല്ല ഒരു 10-30 പറയാനുണ്ടാവും. പല ഡിഷുകളായിട്ട് കരിഞ്ഞു പോയത് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാനൊക്കെ കടകിടുന്നെങ്കിൽ ഞാൻ ഇട്ടിട്ട് ഓർഡർ ചെയ്യാം. ഞാൻ കടക്കള ഫുൾ ഡിസാസ്റ്റർ ആയിരിക്കും. നിങ്ങളുടെ മാതിരിയുള്ള കുറെ പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പൊ വലിയ ഷെഫ്മാരായിട്ടോ. ഞാനോ So, what is that one boring habit that helped you to build discipline as a chef? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. എന്നെ സംബന്ധിച്ച് ക്ലീനിങ് എന്ന് പറയുന്നത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ആ ഒരു സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ക്ലീനിങ്ങിൽ. കാരണം ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താലും വീണ്ടും പോയിട്ട് ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. എനിക്ക് എന്റെ കിച്ചൺ നമുക്ക് സ്പോട്ട്ലെസ് ആയിരിക്കണം എന്നാൽ അത് അങ്ങനെ പിടിവശമുള്ളതാണ്. നമ്മുടെ സ്റ്റാഫ് അതിന്റെ പേരിൽ ഞാൻ നന്നായിട്ട് ഹാർട്ട് ടൈം കൊടുക്കുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം നല്ല ക്ലീൻ സ്പോട്ട്ലെസ് ആയിട്ടിരിക്കണം. പക്ഷെ എന്റെ
ഒരു പക്ഷെ എന്റെ ബെഡ്റൂം അല്ലാതെ ബാക്കി സംഭവം കണ്ടെങ്കിൽ അത്രയ്ക്ക് ഭക്ഷണം ഉള്ള ഏരിയയാണ്, അത്രയ്ക്ക് ഭക്ഷണം ഉണ്ടാവില്ല. കിച്ചണിന്റെ പുറത്തേക്കില്ല ഓസിഡി, കിച്ചണിൽ അത് മാത്രമല്ല, അതൊന്ന് സെലക്റ്റീവ് ഓസിഡി അത് അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ നല്ല ഫുഡ് ഉണ്ടാക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും, കുക്ക് ചെയ്യാൻ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പൊ ആ ഒരു ഇത് ക്ലീനിങ് പറഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചൊരു എന്താ പറയാ പാഷൻ എന്ന് പറയാൻ പറ്റില്ല, തെറപ്യൂട്ടിക്. യെസ്, റൈറ്റ്. ഇപ്പം ഈ കൾണറി ഫീൽഡിൽ ഉള്ള ലേറ്റസ്റ്റ് സ്കോപ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് പുതിയതായിട്ടുള്ളത്? പുതിയതായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൺസെപ്റ്റ് ആയിട്ട് പറയാ ആണോ ചോദിക്കുന്നത്? ഒരു കൺസെപ്റ്റ്, ഓക്കെ, കൺസെപ്റ്റ് നമ്മുടെ ക്ലൗഡ് കിച്ചൺ എന്ന സംഭവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ നോക്കിയിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് കുക്കിംഗ് ഏരിയ വേണ്ട, ഡൈനിങ് ഏരിയ വേണ്ട, നമുക്ക് കുക്ക് ചെയ്യാം. ചെറിയ സ്മോൾ സ്പേസിലായാലും നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത്, ഐ മീൻ ഹൈജീനിക് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു സെക്ഷനാണത്. പിന്നെ ഈ പറഞ്ഞ ഒരു വിതിൻ ലാസ്റ്റ് ഒരു 1 month ബാക്ക് എനിക്കൊരു കോൾ വന്നത് UK ന്ന്. അപ്പൊ ഈ പറഞ്ഞ ഇതേമാതിരി ഒരു ഡാഡീസ് ഫ്ലേവർ, ഡാഡീസ് കിച്ചൺ അങ്ങനെ പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അവരത് 500 റെസ്റ്റോറന്റ് അല്ല, 500 കഫേ അല്ല 100 കഫേ 500 കിച്ചൺ ആ ഒരു കൺസെപ്റ്റിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷെഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മെനു സെറ്റ് ചെയ്യാനും കാര്യങ്ങളും, ട്രാവലിംഗ് ഷെഫ് മാതിരി. അതായത് ഇവർക്ക് UK തുടങ്ങി ഇവங்க കൊച്ചിയിൽ വരെ, കൊച്ചി, കോഴിക്കോട് നിങ്ങളുടെ ഏരിയയിലൊക്കെ പ്ലാൻ ഉണ്ട്, വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരാൻ താല്പര്യമുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ഓൾറെഡി നിൽക്കുന്നതുകൊണ്ട് ഞാനത് യെസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അപ്പൊ അന്ന് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ അവരോട് സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയാ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു കേപ്പബിലിറ്റി അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഒരു ക്ലൗഡ് കിച്ചൺ നല്ലൊരു ഐഡിയ ആണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഫുഡ് കൊടുക്കുക. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവം ഒരിക്കലും പോകാൻ പോകുന്നത് ഇതൊരു ബബിൾ അല്ല. നമുക്ക് പല ബബിളും കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മളെ സിലിക്കോൺ ഫുഡ് നമ്മുടെ ആഹം തുടങ്ങി, ആഹത്തിന്റെ തുടങ്ങി ഇനിയിപ്പോ ലാസ്റ്റ് മനം ഓർത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം ഫുഡ്, അത് ഒരിക്കലും ബബിൾ അല്ല. അതുകൊണ്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ബിസിനസ് ചെയ്യാനായാലും വർക്ക് ചെയ്യാനായാലും എങ്ങനെയായാലും ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടമായിരുന്നു. അതിന്റെ ലിവിങ് ഉദാഹരണമാണ് ഞാൻ. കാരണം പഠിച്ച അപ്പോൾ എനിക്ക് ഫസ്റ്റ് ജോബ് എനിക്ക് ദുബായിൽ കിട്ടി. തേരി ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് വരാൻ US പോയി. US ശേഷം ഞാൻ അബുദാബിയിലാണ്. അബുദാബിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയ അന്ന് തുടങ്ങി. ഇപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു. ഐ മീൻ ജസ്റ്റ് നമ്മൾ 3 ഡിപ്ലോമ ഹോട്ടൽ മാനേജ് പഠിച്ചതിന്റെ ബേസിലാണ് നമ്മൾ ഇവിടം വരെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് നമ്മൾ ഈസിയാണ് ഞാൻ ഒരിക്കലും പറയുന്നത്. ഈസിയാന്ന് പറയില്ല, നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സ്പെഷ്യൽ ട്രെയിനിങ് ടൈമിലൊക്കെ ഞാനൊക്കെ 18-19 മണിക്കൂർ സ്ട്രേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ഓഫ് 7 days 15 days ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈസിയാന്ന് പറയില്ല, പക്ഷെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണോ, നിങ്ങൾക്ക് ഡ്രൈവ് ഉണ്ടോ, വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് സക്സസ് ആവാൻ പറ്റിയ നല്ലൊരു ഫീൽഡ് തന്നെയാണ്. മട്രോസ് തുടങ്ങി മൾട്ടി കുസീൻ വരെ എത്തി നിൽക്കുന്ന ആളുടെ നിന്നുള്ള സജഷൻ ആണ്. അപ്പം ഈ മിസ്റ്റർ ഷെഫ് ഡിലൈറ്റ്സിൽ ഐ നോ യു സ്റ്റാർട്ടിംഗ് വിത്ത് പിക്കിൾസ്, പക്ഷെ ഇത് ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ പിക്കിളിംഗ് തുടങ്ങുന്നു. അതിനുശേഷം നമുക്ക് എല്ലാം നമ്മൾ മസാലകള്, കറി പൗഡറുകൾ, ഈവൻ നമ്മള് റെഡി ടു കുക്ക് ഐറ്റംസ്, അല്ലാന്നുണ്ടെങ്കിൽ റെഡി ടു ഈറ്റ് ഐറ്റംസ്, അതെല്ലാം നമ്മൾ പ്ലാനിലുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ ഇപ്പൊ എന്തായാലും പിക്കിളാണ്. കാരണം ഞാനിത് പിക്കിൾ ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട്, ഞാൻ അബുദാബിയിലായിരുന്ന സമയത്ത്, കോവിഡ് സമയത്തൊക്കെ തന്നെയാണ്, ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് പിക്കിൾ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് എടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ഞാൻ അവിടെ കുറച്ചാണ് സെല് ചെയ്തിട്ടുണ്ട്, 6 months സെല് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ 3 മടങ്ങ് പ്രൈസ് ഇട്ടിട്ടാണ് ഞാൻ വിറ്റത്. കാരണം നമ്മളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് മാത്രം മേടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രൈസ് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടാലും നമ്മുടെ പ്രൈസ് ഒരു 500 ഗ്രാമിന് നമുക്ക് 50 ദിർഹംസ് വന്നു. 50 ദിർഹംസ് പറയുമ്പോൾ നല്ല ഹൈ, നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാളും 3 മടങ്ങ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് പോലും ആൾക്കാർ മേടിച്ചു. ചില ആൾക്കാർ പൈസ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ മേടിച്ചാണ് നെക്സ്റ്റ് ടൈം 3-4 ബോട്ടിൽ മേടിച്ചപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ആയത്, വർക്കൗട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളത്. കാരണം നമ്മുടെ റെസിപ്പി നല്ലതായിരുന്നു, അല്ലെങ്കിൽ ടേസ്റ്റ് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നല്ല പ്യൂർ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിക്കിളിലേക്ക് എന്നുള്ള ഐഡിയ തുടങ്ങിയത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു പിക്കിൾ എന്നുള്ളോ
പിക്കിൾസ് വാങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല സത്യം പറയാം നമ്മൾ ബിസിനസ് അല്ല ഞാൻ പറഞ്ഞത് യു ഓൾറെഡി ഹാവ് എക്സ്പീരിയൻസ് വിത്ത് പിക്കിൾസ് അതെ. യു ക്യാൻ സ്റ്റാർട്ട് ചെയ്യാലോ. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഐഡിയ ഇങ്ങനെ ഒരു സെല്ല് ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു നിമിത്തമൊന്നും അല്ല, അതെങ്കിൽ ആക്ഷനിലാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നീട് ചിന്തിച്ചാണ് നമുക്ക് നോക്കിയത് ഈ പറഞ്ഞ നമുക്ക് നല്ല ഫുഡ് ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കിട്ടണമെന്ന് മൈൻഡിലേക്കുള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള മസാലകളായാലും കാര്യങ്ങളായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗരം മസാല, ചിക്കൻ കറി മസാല, മീറ്റ് മസാല, എങ്ങനെ നമ്മുടെ ഇപ്പത്തെ കേരളത്തിന്റെ തന്നെ ഒരു ഫുഡ് ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് വരിക. ഫുഡിന്റെ കൺസപ്ഷൻ റേറ്റ് ആണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും പിന്നെ ജങ്ക് ഫുഡിനോടൊക്കെ ഉള്ള ഒരു ഒരു അഫിനിറ്റി ആണെങ്കിലും. ഒബസിറ്റി കൂടുന്നതാണോ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഒബസിറ്റി, അതായത് വണ്ണം കൂടുന്നതാണ്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം ഈ ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി കേരള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ടുമോറോ എന്നുള്ളൊരു ആംഗിളില് എങ്ങനെയാണ് ഒരു പേഴ്സണിന് ഹെൽത്തി ആയിട്ട് നല്ലൊരു ഫുഡ് ഹാബിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഒരു ന്യൂട്രീഷൻ ഫാക്ട് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 2000 calories ആണ് നമുക്ക് നമ്മുടെ ഒരു ആവറേജ് ഹെൽത്തി ഗ്രോൺ മാൻ അല്ല ഗ്രോൺ വുമൺ മാൻ ഓർ വുമണിന് ആവശ്യമുള്ളത്. നമ്മൾ 2000 calories കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ബേൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒന്നെങ്കിൽ ഷേപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ പിന്നീട് ഈ പറയുന്ന നമ്മളുടെ ഷുഗർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതെ, അപ്പൊ നമ്മള് ഇപ്പോഴത്തെ പുതിയൊരു സ്റ്റഡി പറയുന്നത് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോൾ മാത്രമാണ്, അല്ലാണ്ട് ടൈമിങ് നോക്കിയല്ല. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കറക്റ്റ് 1:30 കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഡൈജസ്റ്റ് ആയില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ രണ്ടാമത്തെ ലോഡ് ചെയ്യുന്നത്. പിന്നെ നൈറ്റ് ആയാലും അതേമാതിരി. അപ്പൊ നമ്മള് ആ ഒരു സ്റ്റഡി ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് എത്രത്തോളം പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നത് അതൊരു മേക്ക് സെൻസ് ആണ് എന്നെ സംബന്ധിച്ച്. വിശക്കുമ്പോൾ കഴിക്കുക, നമുക്ക് ബോഡിക്ക് ആവശ്യം വരുമ്പോൾ ബോഡി നമുക്ക് സിഗ്നൽ വരും. നമുക്ക് ദാഹിക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിയാതെ നമ്മൾ ദാഹം നമുക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ റിയാക്ട് ചെയ്യും. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിശക്കുന്നതിന് ഇപ്പോഴും തന്നെ കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാതെ പറയണം. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ സെവൻ ഏജ് എത്തി കഴിയുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കി നമ്മൾ കഴിക്കുന്നത് നമ്മൾ പ്രോട്ടീൻ റിച്ച് കഴിക്കുക, ഫൈബർ കൂടുതൽ കഴിക്കുക, പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, പിന്നെ നമ്മുടെ കാർബ്സ് ഈ പറഞ്ഞ മാതിരി കുറച്ച് കഴിക്കുക. നമ്മുടെ ചോറ് കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മലയാളികളോട് ചോറ് ഞാനിത് കഴിഞ്ഞ ചോറ് കഴിക്കാൻ പോണത് എന്നാലും പറയാണ്. പക്ഷെ ഞാൻ കുറച്ചാൾ ഡയറ്റ് ചെയ്തത്. ഞാൻ റാഗി പുട്ട് മാത്രം കഴിച്ചു നോക്കിയായിരുന്നു ഒരു 2 ആഴ്ച. ഞാൻ ഭയങ്കര ബോഡി വെയിറ്റും കുറഞ്ഞു, നമ്മുടെ ബോഡിക്ക് കുറച്ചുകൂടെ ഷേപ്പ് വന്നു. നിങ്ങൾക്ക് ജെന്യൂനായിട്ട് ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ ഹെവി ആയിട്ടുള്ള ജിമ്മിൽ പോയിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഇന്ന് കാലസ്ഥനിക്ക് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് പേടി കൂടാണ്ട് ഭക്ഷണം കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സേർട്ടൻ ഏജ് കഴിയുമ്പോൾ നമുക്ക് സേർട്ടൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ള കൺസെപ്റ്റ് ഇതിലേക്ക് വരും. അതാണ്. അപ്പം ഭക്ഷണവും വർക്കൗട്ടും ഡയറ്റിങ്ങും എല്ലാം ബാലൻസ് ചെയ്ത് പോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഈ ഇൻടോളറൻസ് കൂടിയിട്ടുണ്ട്, അതായത് ലാക്ടോസ് ഇൻടോളറൻസ്, മറ്റേ കാർബിൻ്റെത്, അതൊക്കെ പണ്ടൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആൾക്കാർ തോന്നുന്നു. ഞാനും സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ ഒന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അമേരിക്കയിൽ ഇത് ഭയങ്കര കൂടുതൽ അറിയോ, നട്ട്സ് അലർജി. നമ്മളെ ഷെഫ് നമ്മളവിടെ വർക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. നമ്മളവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവര് ഈ പറയുന്നത് നമുക്ക് ചോദിക്കുവര് അല്ല, അവര് പറയും. ഇല്ലെന്ന് നമ്മൾ ചോദിക്കണം, എന്തെങ്കിലും ഓർഡർ എടുക്കുന്നതിന് കൂടെ ചോദിക്കണം. നമ്മൾ യു ഹാവ് എനി അലർജീസ് ഓർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഓർഡർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറയുന്ന അലർജീസ് ഉണ്ടായിരുന്ന അമേരിക്കയിലാണ്. അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഉള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു അവര് ഭയങ്കര ജെർമോഫോബിക് ആണ്. അതായത് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യും. അതായത് ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ഡിസിൻഫെക്ട് അല്ലെന്നുണ്ടെങ്കിൽ സാനിറ്റൈസർ അതങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇവര് ലൈസോൾ പോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് ഇവര് ജെംസിനെ മൊത്തത്തിൽ കൊന്നു കളയുക. അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ട് നമുക്ക് കുറച്ച് ജെംസ് ഉള്ളിൽ ചെന്ന് നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ചെറുതാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യണം. അത് നമ്മുടെ ലോങ് പ്രോസസ്സിലേക്ക് വന്നിട്ടാണ് അവരോട് നിൽക്കുന്നത്. നമ്മളിവിടെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി നമ്മൾ ഈ പറഞ്ഞ ക്ലീനിങ് ഫ്രീക്ക് ആയിട്ടുള്ള ജെർമോഫോബ്സ് ആയുള്ള ആൾക്കാരുടെ പ്രശ്നമാണ്. സാനിറ്റൈസർ പരിചയപ്പെടുന്ന കോവിഡിന് ശേഷമാണ്. അതിന് മുന്നേ ഒരു ബാഗിൽ ചെറിയ ഡപ്പ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഈ
അത് ഫുഡിന്റെ ഹാബിറ്റായിട്ട് നമുക്ക് ഫുഡുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇതിപ്പോ ഈ പറഞ്ഞത് ശരിയാണെന്ന് കരുതുന്നത്, എന്നോട് പറഞ്ഞത്. പക്ഷെ ഇത് മേക്ക് സെൻസ് ആണ്. എന്നെ സംബന്ധിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നി. കാരണം ഇത് മൊത്തത്തിൽ ജെംസിനെ കൊന്നു കളഞ്ഞു. നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ചെങ്കിലും കയറി അത് നമ്മുടെ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് ആന്റിബോഡി എന്തൊക്കെ ഉത്പാദിപ്പിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹെൽത്തി ആയി കൊണ്ടുവരുന്നത്. പക്ഷെ ആ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പെട്ടെന്ന് പിള്ളേർക്ക് നെക്സ്റ്റ് ജനറേഷനിലുള്ള പിള്ളേർക്ക് വരുമ്പോൾ അവർക്ക് നട്ട്സ് അലർജി, ഡയറി അലർജി, ഒത്തിരി അലർജീസ് ഉള്ള ആൾക്കാരുണ്ട്. നേരത്തെ മറ്റേ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, സമയം കഴിക്കുന്ന സമയത്തിന്റെ കാര്യം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് ഇന്റർവെൽ ആണല്ലോ. രാവിലെ നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഒരു 8 മണി ആ സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് എന്നും വീക്ക് ഡേയ്സിൽ എന്നും. പിന്നെ കറക്റ്റ് ലഞ്ചിന് ഒരു ടൈം ഉണ്ടാവും, വൈകുന്നേരം വന്നാൽ ചായ കുടിക്കും. ആ സമയത്തൊന്നും വെയിറ്റ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഇല്ല. മേ ബി വളരുന്ന പ്രായം ഉണ്ടാവാം. പക്ഷെ ഒരു സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി, സ്വന്തമായിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം ആൾക്കാർ പറയുന്നേക്കാം, ഞാനൊന്ന് ഇത്തിരി വെള്ളം കുടിച്ചാൽ തടി വെക്കും, ഞാനൊന്ന് ഭക്ഷണം അടുത്ത് കൂടെ പോയാൽ എനിക്ക് തടി വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഒരു ന്യൂട്രീഷനോട് ചോദിച്ചാൽ ഇത് തന്നെ പറയാം. നമുക്ക് 2000 calories കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഫാറ്റ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ബോഡിയിൽ അത് ഡിപ്പോസിറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോഴത്തേനും വേറെ കേസ്, നമ്മൾ ചാടി കളിച്ചിറങ്ങാൻ പ്രായമല്ലേ. നമ്മൾ കഴിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ കഴിക്കുന്നത് ഒരു 11 രാവിലെ ദഹിക്കുന്ന പരിപാടികളൊന്നും ക്രിക്കറ്റ് കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓടി കളിക്കുക. നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ നമ്മൾ അങ്ങനെയില്ല. നമ്മളിപ്പോ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, നിങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ പോലെ ഇതാണ് പ്രശ്നം. യെസ്. അപ്പൊ ഇന്ന് നമ്മുടെ മിസ്റ്റർ ഷെഫിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. ആളുടെ സ്പാർക്ക് ഫുഡിന് വേണ്ടി മാത്രമായിരുന്നില്ല. It was also about a mission to educate and the discipline to stay unique in a crowded digital world. അപ്പൊ ഇനി ഈ വീക്കെൻഡ് നമ്മുടെ ലോക്കൽ ഫാമേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇൻസ്പയർഡ് ആയെങ്കിലും, ഇനി അതല്ല ആ ഫൈനലി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിലും, റിമെമ്പർ വൺ തിങ്, യുവർ ഹോബി ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇറ്റ്സ് ദ പാഷൻ യു pour into that creates your signature. സോ താങ്ക് യു മിസ്റ്റർ ഷെഫ്. നമ്മൾ ഒരുപാട് വീഡിയോസിനും വൈറൽ ആയിട്ടുള്ള റെസിപ്പീസിനും വേണ്ടി കാത്തിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആഞ്ചല. I really enjoyed your interview. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ചോദ്യങ്ങള്, നല്ല രീതിയിലൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ശരിക്കും ഒരു കോൺവെർസേഷൻ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുമാതിരി തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും നമ്മുടെ ബിഗ് സ്റ്റോറി കളക്ട് ചെയ്ത് താങ്ക് യു സോ മച്ച്. നല്ലൊരു അടിപൊളി ടീമാണ് നിങ്ങള്. നിങ്ങൾക്ക് എന്റെ മാതിരി അല്ലാണ്ട് നല്ല നല്ല മൂവി സ്റ്റാർസ് ഇവിടെ വന്നിട്ട് അടുത്ത ഇന്റർവ്യൂസ് ഒക്കെ റെഡിയാണ്. താങ്ക് യു സോ മച്ച്.